നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാനരെ, ചിരിക്കാം. ഈ പട്ടിന് മെലിഞ്ഞാൽ സാമ്പത്തികം തകർന്നാൽ പട്ടു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി BJP, പ്രത്യേകിച്ച് കേരള BJP എത്തപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയാണ് മൊയ്തീൻ ഷാ എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ജൂനിയർ മാൻഡറേക്കും സീനിയർ മാൻഡറേക്കും, ഒരു PC ജോർജും PC ജോർജും മകൻ ഷോബി ജോർജ്, ഒന്ന് ആലോചിച്ച് നോക്കി. നിലമ്പൂർ ഇലക്ഷനിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 10,000 വോട്ട് കിട്ടിയ സുരേന്ദ്രൻ്റെ സ്ഥാനത്ത് 8,000 വോട്ട് മറ്റാണ് ഇത്തവണ. 10,000 വോട്ട് കുറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു 10,000 വോട്ട് കൂടുതലാണ്. കാരണം കത്തോലിക്ക അല്ലെങ്കിൽ സഭയിൽപ്പെട്ട ഒരാളെ നിർത്തി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തെ ആൾ നിർത്തിയപ്പോൾ അവിടുന്ന് ഒരു 10 വോട്ടും കിട്ടിയ 18 വോട്ട്, അപ്പോൾ 28 വോട്ട് മൊത്തം കിട്ടണം. 22,000 വോട്ട് കിട്ടേണ്ടത് ഒരു 8,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. BJP സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നേതാക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 40-50 വർഷക്കാലം കൊടി പിടിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകൂല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് അടിയന്തരാവസ്ഥയിൽ പോലീസിനെ മർദ്ദനമേറ്റ് വളർന്ന ലക്ഷക്കണക്കിന് BJP സംഘപരിവാർ കേരളത്തിലുണ്ട്. അവരെല്ലാം നിങ്ങൾ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്നലെ വന്ന ഏതൊരു കോടീശ്വരന് അല്ലെങ്കിൽ ഇന്നലെ വന്ന ഏതോ ക്രിസ്ത്യൻ നേതാവിന് അവർക്ക് സ്ഥാനമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വിഭാഗങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം വിഷമമുണ്ടാവും. PC ജോർജ് യോഗ്യത എന്താണ്? അദ്ദേഹം മകൻ്റെ യോഗ്യത എന്താണ്? ഇരു മുന്നണിയിലും സ്ഥാനമില്ല വന്നപ്പോൾ നിൽക്കക്കള്ളില്ലാതെ ഒരു അത്താണി ആയിട്ടല്ലേ BJP ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ചാടി വീണുപോയില്ലോ. ഒരു വോട്ടെങ്കിലും ക്രിസ്ത്യൻ സമുദായപ്പെട്ട ആളെ നിങ്ങൾ നിലമ്പൂരിൽ നിർത്തിയിട്ട് 10-13% വോട്ടുണ്ട്. അവിടെ 2 ലക്ഷം ഉണ്ടെങ്കിൽ 10-25,000 വോട്ടുള്ളതാണ്. 12-20 10-25,000 വോട്ടുള്ളതായിട്ട് ഒരു 5,000 വോട്ടിൽ അവർ കിട്ടണ്ടല്ലേ? ഇവിടെ 1000 വോട്ടിലും കിട്ടണ്ടല്ലേ? 1000 വോട്ട് കിട്ടിയില്ല മാത്രം 10-20,000 20 28 പോയിട്ട് 10-20,000 വോട്ട് പോയില്ലേ പുറത്തേക്ക്? എന്താ കാരണം? ആ സംഘപരിവാറിൻ്റെ വോട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല, ക്രിസ്ത്യാനി വോട്ടും കിട്ടില്ല, ബാക്കി കുറേ വോട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, എവിടുന്നോ തെണ്ടി തിരിഞ്ഞ് വരുന്ന ഒരു കാക്കാനെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എവിടുന്നോ തെണ്ടി തിരിഞ്ഞ ഒരു മാപ്പിള വെച്ചൊന്നും പാർട്ടി വളർത്താൻ പറ്റില്ല. പാർട്ടി വളർത്തുന്നത് ആ താഴ്വേര് അടിവേര്, അതായത് ആഴത്തിലിറങ്ങി യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റു സ്റ്റേറ്റുകൾക്ക് അങ്ങനെയാണല്ലോ. ഇവിടെ മാത്രം നിങ്ങൾ തന്നെ കുറുക്കുവഴി എളുപ്പവഴി കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, സോണിയാഗാന്ധി അല്ലെങ്കിൽ നെഹ്റു, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വയനാട് എന്ന മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് അപ്രമാദിത്വം കാണിച്ച അല്ലെങ്കിൽ ഉന്മാദത്വം കാണിച്ച അവർക്ക് ആദ്യം ഭരിക്കാൻ പറ്റുമോ? അത് ഒരു MP വയനാട് ജയിച്ച് അസംബ്ലിയിൽ എത്തിയാൽ മതിയെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ അവിടെ അസംബ്ലിയിൽ വന്ന് അവിടെ വയനാട് വന്ന് 5-6 ലക്ഷം വോട്ട് ഭൂരിപക്ഷം ജയിച്ചു, അവിടെ 10 സ്ഥാനം ഉണ്ടാവും, ഒരു MP അപ്പോഴാവുള്ളൂ. അതിന് പകരം എത്രയോ സീറ്റുകൾ നഷ്ടപ്പെട്ടു ഈ കോൺഗ്രസിന്. അത് മനസ്സിലാക്കാത്ത അതുപോലെ മണ്ടത്തെ നിങ്ങൾ BJP കാണിക്കരുത്. നിങ്ങൾ ഒരു കാരണം PC ജോർജിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാം. ഇപ്പോൾ കുറേ നാളായിട്ട് പുള്ളിയുടെ ചിത്രത്തിൽ വരുന്നില്ല, അതേ പുള്ളി ഉപയോഗം എടുത്തിട്ട് ചർച്ച വേണമല്ലോ. കാരണം ഞാൻ പോകുന്ന വഴിക്ക് ഹൈക്കോടതിക്ക് ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേരുൾപ്പെടെ ഫോട്ടോ വരും. കാരണം അപ്പോൾ പോലീസ് ഇടപെടും, പഴയൊക്കെ വരും, നീയും വരും. അതുപോലെ PC ജോർജ് ഇത്രയും കാലം 2-5 മാസമായിട്ട് ഒന്നും ഇല്ലാതിരിക്കാന്ന് ഇപ്പോൾ വീണ്ടും തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് പറ്റത്തില്ല, ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞ BJPയിൽ ബുദ്ധിയുള്ളവരില്ലാതിരിക്കില്ലല്ലോ. ആ സംഘപരിവാറിൽ നല്ല ശതമാനം മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ആ ചിന്ത വരില്ല, ചാണകത്തിൻ്റെ. പക്ഷെ കുറേയെങ്കിലും ഉണ്ടാവില്ലേ? നിങ്ങൾ എന്ത് മനസ്സിലാക്കാത്ത? എവിടുന്നോ വന്ന ഒരു കോടീശ്വരം കൊണ്ട് സംസ്ഥാന പ്രസിഡൻ്റാക്കുക, എവിടുന്നോ വന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മന്ത്രിസ്ഥാനം കൊടുക്കുക, ഇന്നലെ വന്ന് കയറി സുരേഷ് ഗോപിക്ക് MP സ്ഥാനം കൊടുക്കുക, പിന്നെ ഇന്ന് മറ്റേ ഒരു അബ്ദുള്ളക്കുട്ടി കാക്കാൻ. അതൊന്നും അല്ല രാഷ്ട്രീയം. അങ്ങനെ പ്രാസോപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥ രാഷ്ട്രീയത ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം.
ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറയണം. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചു, ക്രിസ്ത്യൻ അവിടെ കംപ്ലീറ്റ് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ? എൻ്റെ പൊന്ന് സഖാക്കളെ, കോൺഗ്രസ്സുകാരെ, UDF-കാരെ, BJP-കാരെ, അവിടെ തൃശ്ശൂരിൽ നിന്നും കാര്യമായിട്ട് ക്രിസ്ത്യൻ വോട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എവിടുന്ന വോട്ട് കിട്ടിയത്? ഞാൻ കണക്ക് പറഞ്ഞുതരാം. അവിടെ സഖാക്കളിൽ നല്ലൊരു ശതമാനം വോട്ട്, 10,60,000 വോട്ടിൽ കൂടുതൽ സഖാക്കൾ വോട്ട് മറച്ചവിടെ. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് സഖാക്കൾക്ക് വോട്ട് കുറഞ്ഞത്? അതായത് സാധാരണഗതിയിൽ തൃശ്ശൂർ കോൺഗ്രസ് ജയിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാ 90% മുസ്ലിങ്ങളും കോൺഗ്രസ് വോട്ട് ചെയ്യും. ഇത്തവണ കോൺഗ്രസ് ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള ആൾ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അതേ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെയുള്ള 90% മുസ്ലിങ്ങളും അവർക്ക് വോട്ട് ചെയ്ത്. അങ്ങനെയാണ് LDF-ന് വോട്ട് കുറയായിരുന്നതും, എന്നാൽ LDF-ന് പോയിട്ട് അങ്ങോട്ട് പോയിട്ടും പിന്നെ അറിയായിരുന്നതും. അത് ഏതുപോലെ എന്നറിയോ? കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോൺ എടുത്തിട്ട് മുങ്ങിയ ആൾക്കാരിൽ എന്നിട്ടും ബാങ്ക് പോകുന്നുണ്ട്. എന്താ കാരണം? ഇന്നിപ്പോൾ ഞാൻ ഒരു അമേരിക്ക റെപ്രസെൻ്റ് സംസാരിച്ചപ്പോഴേ അവിടെ നിന്നൊക്കെ വന്ന ഈ കോഴഞ്ചേരി ഭാഗത്തൊക്കെ ഒരുപിടി കാശ് ആളില്ലാതെ കിടപ്പുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളില്ലാതെ കിടക്കുന്ന കാശ് അവിടെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ ആളില്ലാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആർക്ക് ഈ ബാങ്ക് പൊളിയാതെ നിൽക്കുന്നത്. അതുപോലെയാണ് അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് മറിച്ചു അതാരും പറയുന്നില്ല. സത്യമാണ് അതല്ല. ക്രിസ്ത്യൻസൊന്നും കാര്യമായിട്ട് ചെറിയ വ്യത്യാസം വന്നതാണ്. അതിപ്പോൾ സുരേഷ് ഗോപി എന്ന സിനിമ അന്നേരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 1,00,000 രൂപ അല്ലെങ്കിൽ ഒരു പിന്നെ നിൽക്കുമ്പോൾ സ്വാഭാവിക ചില വ്യത്യാസമൊക്കെ വരും. അതിൽ തെറ്റില്ല. അല്ലാതെ അമിതമായിട്ട് വോട്ട് മറിച്ചിലൊന്നും തൃശ്ശൂർ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ കിടപിടിക്കാതെ ഒരുപടി മുന്നിലാണല്ലോ മറ്റേ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി. അവിടെ എന്താ പറയായിരുന്നത്? സുരേഷ് ഗോപിയേക്കാൾ വ്യക്തിപരമായി എടുത്താലും സാമ്പത്തികമായിട്ടെടുത്താലും വിദ്യാഭ്യാസമായിട്ടെടുത്താലും പബ്ലിക്കിൽ എടുത്താലും ഒരുപടി മുന്നിലാണ് ഇപ്പോഴത്തെ ട്രിവാൻഡ്രത്ത് MP ആയിരുന്ന ആള്. എന്നിട്ട് അവിടെ വോട്ടും പറയുന്നത് അതൊക്കെ വേറൊരു പ്രചരണം മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിലമ്പൂർ വിഷയമല്ല, നിലമ്പൂരിൽ ഒക്കെ പ്രശ്നം പിന്നെ വൈപ്പില്ലതല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞ് BJP-യുടെ പ്രവർത്തനം നടത്തി. എന്നിട്ട് ഒരു വോട്ട് പോലും ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടി അവിടെ. അപ്പോൾ നിങ്ങൾ കൂടി പറയും ക്രിസ്ത്യാനി വോട്ട്, അപ്പോൾ പിന്നെ പറയുന്നുണ്ട് അപ്പോൾ BJP-യുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ കോൺഗ്രസ് പോയി കാണും. എന്തെങ്കിലും നമ്മൾ സംഭവിച്ചു. ഒന്നുകിൽ ക്രിസ്ത്യാനി ഒരൊറ്റ വോട്ട് പോലും BJP ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? BJP-യുടെ വോട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് പോയി. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ട് അവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി ശബരിമലയ്ക്ക് വിരോധം പറഞ്ഞിട്ടാണ്, പലസ്തീൻ അനുകൂലിച്ചിട്ടാണ് തോറ്റത്. അതുകൊണ്ടൊന്നല്ല, ആ സ്ഥാനാർത്ഥി വ്യക്തികളായിട്ട് ഒരു മോശവും ഇല്ല. പക്ഷെ സംഭവിച്ചത് പിണറായി സഖാവിൻ്റെ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സൂചി ഞാൻ പിണറായി സഖാവിനോട് പറയും. ഞാൻ ആൾ ഇഷ്ടപ്പെടുന്ന ആളെ സഖാവ് അത് ചോദിക്കുന്നത്. ഈ കൊല്ലം ജില്ലയിൽ കിളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പിന്നെ ഈ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആന്റണിയുടെ പോലീസ് എന്ന രാത്രി എന്ന് മുസ്ലിം കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഒരു ചേരി പോലെയാണ് അല്ലെങ്കിൽ ഒരു കോളനി പോലെയാണ് ബൂട്ട്സ് ഒക്കെ ഇട്ട് അവിടെ തകർത്ത്, അതും പിന്നെ ചാരായ നിരോധനം, ഈ രണ്ട് കാര്യം കൊണ്ട് അന്ന് ആനന്ദ് തോറ്റ്. അതിൻ്റെ കാര്യത്തിൽ അന്ന് ആനയുടെ മന്ത്രിസഭ, ആനയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ ഇതിൽ ഒരു സംഘപരിവാരം ഉണ്ടായിരുന്നു. ആ സംഘപരിവാരത്തെല്ലാം പോലീസ് ഒട്ടുകൊടുത്ത് അങ്ങനെ. അതുകൊണ്ട് ആ മന്ത്രിസഭ പോയി, അന്തോണി മന്ത്രിസഭയെ പോയി. ഈ രണ്ട് കാര്യം കിള്ളി എന്ന സ്ഥലം, പിന്നെ ഈ ചാരായ നിരോധനം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിനേക്കാൾ 10 മടങ്ങല്ല ആഭ്യന്തര വകുപ്പ് പിണറായി സഖാവ് നിൽക്കക്കളില്ലാത്തതുകൊണ്ട് സംഘപരിവാറിൻ്റെ സപ്പോർട്ട് കിട്ടി കോടതി കേസിനൊക്കെ മാറാൻ വേണ്ടി സംഘപരിവാറിന് എഴുതി കൊടുത്ത്. ആഭ്യന്തര വകുപ്പേ, ആഭ്യന്തരം മറ്റേ പലരും ഉണ്ടായി പെട്ടെന്ന് അറിയുന്നല്ലേ എന്താണ് സംഗതി. ഇപ്പോൾ അവർ വേറെ അടവെടുക്കുന്നുണ്ട് എന്നറിയോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവർണർ വരുന്നു, അപ്പോൾ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ലെന്നോട് ഊന്നും തള്ളും തർക്കം. ഇനി ഒരു 5-6 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ, ഒരു 8-9 മാസം കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വേണം. അപ്പോൾ എന്താ സഖാക്കൾ എന്ത് ചെയ്യുന്നറിയോ? സംഘവിരോധി പോയി കേട്ടോ, അത് സംഘത്തുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങൾ അത് വിമർശിക്കും, തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അതേതുപോലെ ഇറാനിലേക്ക് ബോംബിടാൻ അമേരിക്ക വന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ്. ഇറാൻ ഖത്തറിൽ കൊണ്ട് ബോംബിട്ട് മുന്നറിയിപ്പ് കൊടുത്ത അതൊക്കെ ഒരു ഉരുണ്ടുകളിയും ഒളിച്ചുകളിയാണ്. നീ അതൊക്കെ അപ്പൻ്റെ തമാശ, പാപ്പൻ്റെ തമാശ, ഒരു തമാശ ഇവർക്കൊക്കെ രാഷ്ട്രീയ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഇനി കുറേ നാളത്തേക്ക്
അടുത്ത അസംബ്ലി ഇലക്ഷൻ വരണല്ലോ, സംഘപരിവാരം വിരുദ്ധമായിരിക്കും. ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് എന്ന മനുഷ്യാവകാശ സംഘടന ഒരു 30 വർഷം മുമ്പ് പറഞ്ഞതിലുണ്ട് 50 ക്ലോസ് പറഞ്ഞാൽ പലതും ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ഗവർണർ സ്ഥാനം എന്നുള്ള ആവശ്യം അപ്രസക്തമാണെന്ന്. എന്തിന്? കേന്ദ്ര ഗവൺമെൻറ്റിന് ഇവർ അറിയണമെങ്കിൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമൊന്നുമല്ല. ആ ചീഫ് സെക്രട്ടറി ചോദിച്ച റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ ഒരു ഗവർണർ സ്ഥാനം, പണ്ട് കോൺഗ്രസ്സിൽ സ്ഥാനമാനം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെ കുടിയിരുത്ത ഒരു ഒരു മേഖലയാണ് ഈ ഗവർണർ സ്ഥാനം. ഏതെങ്കിലും VIP നിൽക്കാൻ പറ്റാത്ത അല്ല പ്രായമായ ആൾക്കാരെ അവന് ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവസരം കൊടുക്കാൻ വേണ്ടി സീറ്റ് കൊടുക്കാൻ വേണ്ടി ഗവർണർ പദവി, ആ പദവി ശരിയല്ല. ഗവർണർ പദവിയുടെ ആവശ്യം തസ്തിക തന്നെ തെറ്റാണ്. മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും പറയുന്നത് ആ തസ്തിക തന്നെ ശരിയല്ല. എന്തുമാത്രം ചെലവുണ്ട് സർക്കാർ? എന്തിനാണ് ആവശ്യം? കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥരാണ്. വരച്ച വരയിൽ നിർത്താം കേന്ദ്രത്തിന്. റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 27 മണിക്കൂർ 12 മണിക്കൂർ 10 പിന്നെ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ എന്തിനു ഗവർണർ സ്ഥാനം? ഇപ്പോഴത്തെ ഗവർണർ മാത്രമല്ലേ പറഞ്ഞത്, മൊത്തത്തിൽ പറയണമല്ലോ, ഒരു ആളെ കുറിച്ചല്ല. അതെല്ലാം ചിലവർക്ക് ഇപ്പോൾ സീരം പിള്ളേ കോവിലൊക്കെ ഉണ്ടാക്കി മറ്റേ ആൾ അവിടെ ആക്കിയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒതുക്കാനോ അല്ലെങ്കിൽ ഇരുത്താനോ കണ്ട ഒരു സ്ഥാനം മാത്രമേ ഗവർണർ സ്ഥാനം. അതുകൊണ്ട് ജനങ്ങൾക്കും നാടിനും ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഒരുപിടി പൈസ ചിലവുണ്ട്, ഒരുപിടി കാര്യങ്ങൾ തടസ്സം വരുന്നത്. കാരണം മന്ത്രിസഭ പാസ്സാകുന്ന കാര്യം അവിടെ കൂടി ഒരു പാസ്സായി വരും, അത് ഡിലിവറാണ്. അപ്പോൾ അത് ആവശ്യമില്ല. ഇനിയിപ്പോൾ കാണിക്കും. കാരണം ഇപ്പം മനസ്സിലായി, സഖാക്കൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ സഖാവ് തോറ്റ്. സഖാവിൻ്റെ കുഴപ്പമാണോ? സ്ഥാനാർത്ഥി കുഴപ്പമാണോ? അല്ല. സ്ഥാനാർത്ഥി പലസ്തീന് വേണ്ടി ബാധിച്ചിട്ടോ അല്ലെങ്കിൽ ശബരിമലക്കാരി പറഞ്ഞിട്ടോ ഒന്നല്ല. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്, വളരെ പ്രസക്തമാണത്. ജനങ്ങൾക്ക് ബോധ്യം തുടങ്ങി. ഒന്നാമത്തെ ദാഷ്ട്യം. മലയാളികളുടെ എന്തും സഹിക്കും, ഈ ദാഷ്ട്യം പൊങ്ങച്ചും ഇഷ്ടപ്പെടില്ല. ഞാൻ മനഃശാസ്ത്രമായിട്ട് പറയണം മലയാളികളെ കുറിച്ച്. മലയാളികൾ എന്തും സഹിക്കും, പക്ഷെ ഈ ദാഷ്ട്യം എന്നല്ല, അഹങ്കാരവും അജ്ഞതയും പിന്നെ ധിക്കാരവും അഹങ്കാരവും അത് സഹിക്കില്ലത്. ഞാൻ ചെയ്തല്ലോ അറിയതല്ലത്. ഇപ്പം സഖാവിനെ സംബന്ധിച്ച് കാണിക്കുന്ന ദാഷ്ട്യമാണ്. ഒരു മുഖ്യമന്ത്രി, കേരളത്തിൽ എത്രയും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അച്യുതാനന്ദൻ, ഇപ്പോൾ സുഖം അച്യുതാനന്ദൻ മുതൽ അച്യുത് മേനോ മുതൽ നയനാർ മുതൽ കരുണാകരൻ മുതൽ CH മുതൽ ആന്റണി മുതൽ ഉമ്മൻചാണ്ടി മുതൽ എത്ര മുഖ്യമന്ത്രിയുണ്ട്. അവരാരെങ്കിലും ഇതുപോലെ 10-30 വണ്ടിയുടെ സഹായത്തോടെ പോകുന്നുണ്ടോ? പിണറായി സഖാവിനെ സംരക്ഷിക്കാൻ സഖാവിനെ വിശ്വാസമുള്ള സഖാക്കളുണ്ട് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അത് ഇന്നും ആ സഖാക്കളുണ്ട്. പിണറായി സഖാവിനെ കൈവെളിയിൽ വെച്ച് തടുക്കുന്നുണ്ട്. പിന്നെ എന്തിനൊരു പ്രത്യേക സെക്യൂരിറ്റി? അതൊക്കെ ഒരു ഘോഷ് അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായമില്ല. അതാണ് ഭരണവിരുദ്ധ വികാരം അത്ര കണ്ട് വന്നിരിക്കുകയാണ്. അതിനർത്ഥം നിങ്ങളിപ്പോൾ പെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ അന്ന് നമ്മൾ തൃപ്പൂണിത്തുറയിൽ നമ്മുടെ MLA ഒരു പരിഷ്കാരം വരുത്തി, അതൊന്നും അല്ല രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വോട്ട് കിട്ടാൻ. അതൊക്കെ ഒരു രീതി മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ വരെ കോമൺ സെൻസ്. ഇത് നിഷ്പക്ഷമതികളായ വോട്ട് കിട്ടിയാണ് ജനാധിപത്യ ഇലക്ഷനിൽ ജയിക്കുന്നത്. പാർട്ടികൾ വോട്ട് കിട്ടിയല്ല. പാർട്ടിയുടെ വോട്ട് കിട്ടിയത് ആർക്കും ജയിക്കാൻ പറ്റില്ല. അപൂർവ സീറ്റുകൾ, ബാക്കിയെല്ലാം നിഷ്പക്ഷമതികൾ. ആ നിഷ്പക്ഷമതികളിൽ കേരളത്തിൽ പിണറായി സഖാവ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഞാൻ പറയുന്നത് 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ. എന്താണ് ഈ മുസ്ലിം കാര്യം? യാഥാർത്ഥ്യമായ ഒരു മുസ്ലിയാർ പ്രസംഗിക്കാൻ വന്നു, ഒരു അച്ഛൻ പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ 20 കൊല്ലം മുമ്പ് വന്നപ്പോഴും അതിനെ പറഞ്ഞത്, ഇപ്പോഴും അതിനെ പറഞ്ഞത്. ഒരു ഖുർആനും ബൈബിളൊക്കെ മാറ്റി പറയാൻ പറ്റുമോ? അതുപോലെ ഇത് തന്നെ എപ്പോഴും നിങ്ങൾ മുസ്ലിം കാര്യം പറഞ്ഞ് ചില തോന്നിയേക്കാം. അത് കാരണം ഇപ്പോഴത്തെ വിഷയം അതാണല്ലോ. കാരണം അതിൽ ഒരു 20 ആൾക്കാരാണ് പല പാർട്ടിയിലും സമസ്ത ഉൾപ്പെടെ സാമൂഹിക സംഘടനകളുള്ളൂ. ബാക്കി പകുതി പേരും 50% പേരും നിഷ്പക്ഷമതികളും വലിയ സംഘടനാ ബന്ധമില്ലാത്തതാണ്. അവർക്ക് നോക്കുന്ന അപ്പോഴത്തെ കാര്യങ്ങൾ വിലയിരുത്തുകൊണ്ട് അവർ വോട്ട് കിട്ടിയാണ് ഇത്രയും കാലം UDF ഭരിച്ചത്, LDF ഭരിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത. പക്ഷെ അവർക്ക് അനുകൂലമല്ലാത്ത, അവർക്ക് ദ്രോഹമായിട്ട് കാര്യം ചെയ്താൽ അത് അപകടമാണത്. പിണറായി സഖാവ് ഒരിക്കലും RS ആണെന്നും നമ്മൾ പറയില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും RS ആണെന്നും പറയില്ല, അല്ലെങ്കിൽ RS അനുഭാവികളൊന്നും പറയുന്നില്ല. പക്ഷേ ഒരാൾ പ്രവൃത്തിയാണ്. ഇപ്പം മഹാകവി G. ശങ്കരക്കുറുപ്പ് വലിയ എഴുത്തുകാരായി നമ്മൾ അതിൻ്റെ കൃതി നോക്കിയാൽ അതിൽ സൃഷ്ടി നോക്കിയാണ്. ഇപ്പം ദൈവൻ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ഡ ഘടകത്തെ സൃഷ്ടി നോക്കിയാൽ അറിയാം ആ സൃഷ്ടിച്ച ആൾ വലിയ ശക്തനാണ്. അപ്പോൾ അനുഭവം എന്താണ്? സൃഷ്ടി നോക്കിയാണ്. ആ സൃഷ്ടി നോക്കി പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടാൽ
സംഘപരിവാറിൻ്റെ ആണ് ഇപ്പം ആഭ്യന്തരമൊക്കെ കംപ്ലീറ്റ് നയിക്കുന്നത് സംഘപരിവാർ ഓഫീസിൽ നിന്നാണ്. ഇന്ന് ഞാൻ പണ്ടൊരു RSPയുടെ ആളാണ്, പേര് ഞാൻ പറയുന്നില്ല, അയാൾ സംസാരിച്ചു, ഒരു കേസ് കൊണ്ടുപോയി. അപ്പോൾ ചെപ്പോഴാണ് BJPയുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ വിടാന്ന്. പിണറായി സഖാവേ എന്ന് കേൾക്കണേ. RSPയുടെ ഒരു നേതാവ്, പേര് ഞാൻ പറയില്ല, എറണാകുളം ജില്ലയിൽ, അദ്ദേഹം സംസാരം പക്ഷേ പറഞ്ഞറിയോ, പോലീസ് പിടിച്ചോണ്ട് വിടുന്നില്ല. MLA വിളിച്ച് MP വിളിച്ചോണ്ടേ കോൺഗ്രസിലേക്ക്, എന്നിട്ട് വിടുന്നില്ലാന്ന്. അവിടെ സംഘപരിവാരല്ലേ BJPയുടെ ഓഫീസ് വിളിച്ചത് വിടാന്ന് തോന്നി. ഈ ഘട്ടത്തിൽ എത്തിയ പിണറായി സഖാവിനെ പാർട്ടിയും പിന്നെ എങ്ങനെയാണോ 40% മുസ്ലിങ്ങളെ കേരളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? ഇനി അടവെടുത്താൽ മനസ്സിലാക്കി, ജനങ്ങൾ മനസ്സിലാക്കി. ഒരിക്കൽ കണ്ടത് ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചക്കാട് ഭയപ്പെടുന്നു പറയുമ്പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വഭാവം, പിണറായി സഖാവിന്റെ സ്വഭാവം മനസ്സിലാക്കിയ ആൾക്കാർ ഇനി മുസ്ലിങ്ങൾ എന്തൊക്കെ RS വിരോധം കാണിച്ചാലും മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. പിന്നെ മുസ്ലിം നാമധാരികാരൻ ഞാൻ പറഞ്ഞില്ല, അത് വേറെ. കാരണം എന്ന് വെച്ചാൽ അനുഭവം മനസ്സിലായി. മലപ്പുറം ജില്ലയിൽ കാണിച്ചു ആ കേസിന്റെ കാര്യമൊക്കെ. ഇന്നത്തെ നിങ്ങൾ പറഞ്ഞ SP ഇപ്പോൾ DGP നോക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് പണ്ട് കാസർഗോഡ് SP ആയിരിക്കുമ്പോഴേ ഒരു അനുഭവം ഇന്ത്യന് ഒരു 10 കുറിപ്പ് കണ്ട്, ഒരു മേക്ക് സാങ്ഷൻ എന്നിട്ട് വിരട്ടിയ സ്വഭാവം എന്തൊക്കെ പറഞ്ഞ് എന്നത് ഞാൻ കണ്ട്. അപ്പം അത് അന്ന് മുതൽ അദ്ദേഹം ഉണ്ട്, അത് നോട്ടപ്പുള്ളിയാണ് അദ്ദേഹം. അവർക്ക് ഈ സമുദായത്തോട് വളരെ ഇതുണ്ട്. എന്താണ് അത് അന്ന് വന്നു തുടങ്ങിയല്ല. അപ്പം അങ്ങനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പിണറായി കൈ കഴി മാറിയെന്ന് ശശിയൊക്കെ ഏൽപ്പിച്ചിട്ട് എന്തു പറ്റി? ആ പ്രസ്ഥാനത്ത് നയിപ്പിച്ചളഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിപ്പിച്ചളഞ്ഞില്ലേ. പശ്ചിമ ബംഗാളിൽ പോയതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ പോലെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാധ്യത എന്നറിയോ, ഈ LDF നിലനിർത്താന്നുള്ളൊരു ബാധ്യത, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിന് ചെയ്യേണ്ടത് UDF ജയിപ്പിച്ചാലേ LDF നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്തവണ എന്തെങ്കിലും LDF ഭരണത്തിൽ കയറി അതുകൊണ്ട് തീർന്നു പോകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില വ്യക്തികൾ കുഴപ്പമൊക്കെ അയക്കാം, പ്രസ്ഥാനം നല്ലതാണ്. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ അനീതിക്ക് അക്രമങ്ങൾക്കും ഒക്കെ ഒരു പരിധിവരെയും അതിന് പ്രോത്സാഹന മുൻപന്തിയിൽ സഖാക്കളുണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി ആന്റണി കൊണ്ടുവന്ന ഒരു ഭൂപരിഷ്കരണ നിയമമുണ്ട്. അതിലെന്താണോ കൃഷിഭൂമി കർഷകനാൽ മാത്രമല്ല, കർഷക തൊഴിലാളിക്കെന്ന് വിളി പറഞ്ഞു. പക്ഷെ അതിനടുത്ത് വേറെ നിയമമുണ്ടായി. ആ കൃഷിഭൂമിയിലുള്ള മീനും മത്സ്യവും തവളയൊക്കെ പിടിക്കാൻ അവകാശം ജന്മിക്കാണ്. കൃഷി ചെയ്ത് നെല്ല് എടുക്കാൻ മാത്രമേ കൈവശക്കാരൻ അവകാശമുള്ളൂ. ആ നിയമമാണ് അന്തോണി ഉണ്ടാക്കിയത്. അത് ഗൗര്യം വന്ന ശേഷം അതൊക്കെ ഒരു മാറ്റം വരുത്തി. അപ്പം അതാണ് അങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് ആ ജന്മിമാരെയും അവിടെ ഭൂഷാസികളൊക്കെ ഒതുക്കിയത് പാവപ്പെട്ട നിരപരാധികളെ, സത്യസന്ധരായ മനുഷ്യകളെ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഖാക്കളുടെ ജീവനും രക്തവും കൊള്ളുകയാണ്. അങ്ങനെ പടുത്തുയർത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതൊരു ഭൂഷ നേതാവ് വന്നിട്ട് സ്വകാര്യവൽക്കരിച്ച് അല്ലെങ്കിൽ പിന്നെ ഇത് എന്താണ് ഒരാൾ പറഞ്ഞില്ലേ, അദാനി ഞങ്ങള് മന്ത്രിസഭയിൽ പറയട്ടെ, അദാനിയത്തെ കോടീശ്വരൻ വലിയ ഭൂഷാസി പറയുന്നത് അത് ഞങ്ങളുടെ തൊഴിൽ പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണറാണ്. എവിടെ എത്തിയപ്പോൾ കമ്മ്യൂണിസം നമുക്ക് എതിർക്കാൻ പാടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പേര് പറഞ്ഞ് ഇപ്പം എന്താ നേതാക്കൾ കാണിക്കുന്നത് വൃത്തികേടാ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോൾ ഇതൊക്കെയാണ് സംഗതി. PC ജോർജിനെ കൊണ്ടോ BJPക്കൊന്നും യാതൊരു ഗുണമില്ലെന്ന് മാത്രമല്ല ആപത്താണ്. പിന്നെ ഒരു ഗുണം BJP വിരുദ്ധർക്ക് സന്തോഷിക്കാം. ഈ PC ജോർജിനെ മോനെ ഒന്ന് വളർത്തിയിട്ടാൽ മതി. മോനവിടെ പോയില്ലോ, കാസ പോയി, നിലമ്പൂര് മോൻ പോയി. ഒരു 100 വോട്ട് ക്രിസ്ത്യാനിയിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ക്രിസ്ത്യാനി കേരളത്തിൽ അംഗീകരിക്കും? ഇപ്പം PDP പോലെയുള്ള മതസഭയൊക്കെ കേരളത്തിൽ എത്ര കൊല്ലം ചെയ്ത് ഈ അതെന്നിട്ട് മുസ്ലിങ്ങളിൽ 1% മുസ്ലിങ്ങൾ പോയോ? ഇപ്പോൾ SDPയുടെ കാര്യമുണ്ട്, മറ്റ് പല തീവ്ര പാർട്ടിയുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലിസ്റ്റിൽ 1000ഓളം പേര് ഹിറ്റ് ലിസ്റ്റിലുണ്ട്. അതിൽ ഒരു ജഡ്ജിമാരുണ്ടെന്നൊക്കെയാണ് NIA കൊടുത്തത്. അങ്ങനെ ഒരാൾ കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ആ പാർട്ടി നയിക്കുന്ന മുസ്ലിങ്ങളെ അല്ല. ഒരു മുസ്ലിമാനെ സംബന്ധിച്ച് മറ്റൊരാളെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാപമാണെന്ന് പറയുന്ന തത്വശാസ്ത്ര ഉടമയായ ഒരു മുസ്ലിം ഒരിക്കലും ഒരാളെ കൊല്ലാൻ സഹകരിക്കില്ല. ഒരു കാരണവശാലും കൊല്ലാൻ സഹകരിക്കില്ല. മാത്രമല്ല, എന്ത് വില കൊടുത്തും ആ ജീവനെ രക്ഷിക്കുന്നു. അതാണ് മുസ്ലിം. ആ നിലക്ക് വെച്ചു ഈ പോപ്പുലർ ഫ്രണ്ടൊന്നും മുസ്ലിങ്ങളെ അല്ല. അതൊക്കെ ഇവിടുത്തെ സംഘപരിവാർ സംഘടിപ്പിച്ച, അവർക്ക് വളരാനും ഒരു ശത്രു ഉണ്ടാക്കാൻ വേണ്ടി പണം മുടക്കി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. ഇത് കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾക്കറിയാം?
ഇത് സംഘപരിവാര സൃഷ്ടിയാണ്. ISS അമേരിക്ക ഇസ്രായേൽ ഉണ്ടാക്കിയതുപോലെ എത്ര മുസ്ലിങ്ങൾക്കറിയത്? പോപ്പുലർ ഫ്രണ്ടിനും ഇൻകുലാം വിളിച്ച് ചില കാക്കന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അറിയോ, നിങ്ങളെ കരുവാക്കി സംഘപരിവാർ വളർത്തായിരുന്നു. ഞാനൊരു കാര്യമല്ലേ, കലൂർ കടന്ന റോഡിൽ ഒരു ജാഥ വയ്ക്കും, ഒരു 10-500 യൂണിഫോം ഇട്ട് പട്ടാളക്കച്ചിട്ട് പോലെ. അവരെ കണ്ട മുസ്ലിമിന് ഒരു മുഖച്ചായില്ല. എവിടുന്ന് വന്നവരാണത്. അതൊക്കെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സപ്പോർട്ടോടി ചെയ്തു കൊടുത്താണ്. അത് പലവരും സംഘപരിവാർ വിലക്കെടുത്താണ്. ഒരുത്തരൊരു സെക്രട്ടറി ചൂടുണ്ടായ നല്ല പ്രാസംഗൻ, അവനൊക്കെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഇവിടെ പോലീസിൻ്റെയൊക്കെ രഹസ്യാന്വേഷണത്തിനൊക്കെ ചാരലല്ലോ. ഇപ്പോൾ റഷ്യയിൽ ഇസ്രായേൽ ചെയ്ത പോലെ ഇറാൻ ചെയ്ത പോലെ അവരൊക്കെ റോക്കറ്റ് കെട്ടി കൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആരുടെയെങ്കിലും വാക്ക് കേട്ട് നിങ്ങൾ ചില നക്കാപ്പിച്ച് കിട്ടുക. ഇപ്പം മാസ്റ്റർ കൈവെട്ടി എന്തെങ്കിലും ന്യായമുണ്ട്? ഞാൻ മുസ്ലിം സമുദായം ചോദിക്കുകയാണ്, മണ്ടന്മാരെ, ജോസഫ് സാറിൻ്റെ കൈവെട്ടിൽ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഞാൻ നിങ്ങളോട് അന്നും ഇന്നും പറയുന്നുണ്ട്, നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ന്യായീകരണം പറയണം. ന്യായീകരമല്ല തെറ്റ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഉദാഹരണം സാധാരണക്കാർക്ക് ഞാൻ ബേസിക്കലി ഐ എം എ ടീച്ചർ, ഞാൻ അധ്യാപകനായിട്ട് ഞാൻ നിങ്ങളോട് ചെറിയ ഉദാഹരണം പറയും. ഞാൻ വളരെ അടുത്തറിയുന്ന ഉദാഹരണം പറയും. നാം നമ്മുടെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നാത്തൂൻ്റെ മുണ്ട് ഞാനും എടുത്ത് എൻ്റെ മുണ്ട് നാത്തു എടുത്താൽ എന്ത് ന്യായീകരണം പറയണോ? അതുപോലെ വൃത്തിയായിട്ട് ചെയ്യരുത്. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ ഒരു ന്യായീകരണമില്ല. ഈ 900 പേരെ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടെങ്കിൽ ഒരു ന്യായീകരണം പറയാനില്ല. മറിച്ച് നിങ്ങൾ മുസ്ലിങ്ങളെ 6 സംഘപരിവാർ കൊല്ലാൻ ശ്രമിച്ചിട്ടെങ്കിൽ അത് എന്തെല്ലാം നിയമപരമായിട്ട് എന്തെല്ലാം മാർക്കുണ്ട് ഇവിടെ. ഒന്നിനും പരിഹാരമില്ലല്ലോ. അപ്പം അതൊന്നും ഒരിക്കലും മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടന, പോപ്പുലർ ഫ്രണ്ടല്ല, അതുപോലെ ലൈക്ക് ദിസ്, അതുപോലെ ഏതൊരു സംഘടനയും ഇസ്ലാമികമായിട്ട് മുസ്ലിം സമുദായത്തിൽ പെടുന്നവരല്ല. അവർ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, സംഘപരിവാറിനോട് ഇനി LDF അല്ലെങ്കിൽ പിണറായി സഖാക്കൾ ഒരു എതിർ കാണിക്കും. ഇനി പോലെ പഴയ തലശ്ശേരിയിലുണ്ടായതിൽ തമ്മിൽ CPM-മാരും RSD അടി കൂടും കേട്ടോ. ഇനി കുറേ നാട്ടിൽ അടി ഉണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങിയതില്ല ഇന്നിപ്പോൾ അടി. അതൊന്നും മുസ്ലിം സമുദായം വിശ്വസിക്കില്ല. അത്ര കണ്ട് വളരെ മോശമായിട്ട് കൈയഴിച്ചു പോയി. പറഞ്ഞില്ലേ, കാരണം ഒറ്റ സംഭവം പറഞ്ഞ തൊടുപുഴയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇത് എല്ലാവരും ഉണ്ടായി. എന്നിട്ട് പിണറായി സഖാവ് നിങ്ങൾ പറഞ്ഞാൽ അത് മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നല്ലേ? നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടൂലേ? സത്യം അറിയാൻ പറ്റില്ലേ? അത് നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മലപ്പുറത്തെ പ്രസംഗം ശരിയല്ലേ സാർ? അങ്ങക്ക് എത്ര വയസ്സായി? 80 വയസ്സല്ലേ? ഇനി എത്ര കാലം ഈ ഭൂമുഖത്തുണ്ടാവും? ഇപ്പം അത് തീരെ അവശരായിട്ടുണ്ട്. എന്നിട്ടും നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ എന്ത് ലാഭം നിങ്ങൾക്ക്? എത്ര കാലം നിങ്ങൾ ഉണ്ട് ലോകത്ത്? ഈ ലോകത്ത് ഇത്ര കാലം ഉണ്ടാവും. അതിലൂടെയാണ് അതൊന്നും ചെയ്യരുത്. അങ്ങനെ പാർട്ടിയെ നിങ്ങൾ നശിപ്പിക്കരുത്, വിൽക്കരുത്, ഇരിക്കാതെ പറയുള്ളത്. അതുപോലെ കോൺഗ്രസിനും പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ നിർത്താം കേട്ടോ. അത് മറ്റൊന്നുമില്ല, തമാശയാണ്. എന്നാൽ വളരെ ഗൗരവമുണ്ട്. നമുക്ക് 20 MP-മാരാണ് പാർലമെന്റിലേക്കുള്ളത്. അതിൽ സുരേഷ് ഗോപിയെ കുറിച്ച് എനിക്ക് പറയുന്നില്ല. ബാക്കി 19 പേരും കേരളത്തിലേക്ക് വന്ന് അസംബ്ലി ഇലക്ഷൻ മത്സരിച്ച് കഴിവെങ്കിലും മന്ത്രിയാകാൻ നോക്കണം. LDF-ൽ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. രാധാകൃഷ്ണൻ ഒട്ടും ഇഷ്ടമായിട്ട് പോയതില്ല, നാട് കടത്തി പോലെ വിട്ടാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ഈ നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഒട്ടും താല്പര്യമില്ല. പാർട്ടി പറഞ്ഞപ്പോൾ കേട്ട് മാത്രം അദ്ദേഹത്തെ കരുവാക്കായിരുന്നു. ബാക്കി കോൺഗ്രസ്സിൽ 18 പേരും കൂടി വരാണ്. അവർക്കെല്ലാം മന്ത്രി ഇത്തവണ UDF അല്പം ചാൻസ് കിട്ടുമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഒരു പതി ശരിയാണ്. പക്ഷേ ഇനി കിടക്കണം 1 വർഷത്തോളം. അതിനകത്ത് പ്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സംഗതി മാറും. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കേരളത്തിൽ. അപ്പം അതിനർത്ഥം അധികാരമോഹികളും അതിന് പുറകെ പോകണമെന്നുള്ള. പാർലമെന്റിലേക്ക് പോയതിൽ അവിടെ മന്ത്രിസഭ കോൺഗ്രസ് കിട്ടുകയാണെങ്കിൽ ഒരു ചാൻസ് കിട്ടുമല്ലോ. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ കിട്ടില്ല. ഇപ്പോൾ ഈ 4 വർഷം കഴിയണം. അപ്പോഴേക്കും എന്തെല്ലാം മാറും. അപ്പോൾ കേരളത്തിലാണ്. ഇപ്പം RSPയുടെ തന്നെ RSP എടുക്കാം. ഷിബു ബേബി ജോണിൻ്റെ പാർട്ടി എത്ര വലിയ പാർട്ടിയായിരുന്നു. ഇപ്പോൾ പോയി ഒന്നുമില്ലാതെ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പ്രേമേന്ദ്രനെന്നറിയോ അസംബ്ലിയിലേക്ക് മത്സരിച്ച് കേരളത്തിൽ കഴിവെങ്കിലും മുന്നണിപ്പെട്ട ഘടകകക്ഷികൾക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമല്ലോ. ആകാനുള്ള സമാന്തരം ഷിബു ബേബിയെ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ തറക്കാണ് ഓരോരുത്തർക്കും. എന്താ അധികാരം മാത്രം മോഹിക്കുന്ന വിഭാഗമാണ് ഈ നേതാക്കളെല്ലാം. ജനങ്ങളുടെ വികാരം അതില്ല. ഒരാൾ 5 പ്രാവശ്യം, ഒരാൾ 10 പ്രാവശ്യം. നാളെ ഞങ്ങൾ പറഞ്ഞു ഈ 10 പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 14 മത്സരിച്ച് വന്നാൽ അവർക്ക് ഫ്ലെക്സിൽ ഞങ്ങൾ ചാണം തെളിക്കുമെന്ന് പറഞ്ഞു. കുറ്റം പോലെ പിന്നെ വേണ്ടി അപ്പോഴേക്കും ആൾ മരിച്ചുപോയി. എന്താ ഇത്? ഈ രാഷ്ട്രീയം നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ അവകാശം വേണ്ടേ? ഒരു ടൈം ഓക്കെ, രണ്ടാമത് ടൈം ഓക്കെ,
അതെന്ത് നിങ്ങൾ നിയമം മുമ്പിൽ നിങ്ങൾ പറയത്തത്? 2 പ്രാവശ്യം കൂടുതൽ മത്സരിക്കാൻ പാടില്ല. ജയിച്ചാൽ തോൽക്കരുത്തോ മത്സരം. ഇത് 5 പ്രാവശ്യം 6 പ്രാവശ്യം. ഇപ്പൊ കുഞ്ഞാക്കായൊക്കെ എത്ര കൊല്ല ഈ അസംബ്ലി ആ പാർട്ടിയിൽ വേറെ ആരുമില്ലേ? നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ പാർട്ടിയിൽ നിൽക്ക്. പാർട്ടി പ്രവർത്തനം മരിക്കോളം നിൽക്കാം. പാർട്ടി പ്രവർത്തനം നിങ്ങൾക്ക് മരിക്കോളം നിന്ന കുഴപ്പമില്ല. ഇപ്പൊ വാണിജ്യർക്ക് മരിക്കോളം ഉണ്ടായി, അത് കുഴപ്പമില്ല. ഈ താത്വികമായിട്ടുള്ള കാര്യത്തിൽ അടിസ്ഥാനമായിട്ട് കാര്യങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ 2 ടേമുകൾ കൊടുക്കരുത്. MLA മുസ്ലിം ലീഗ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ കോൺഗ്രസ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞുകൂടാ? അപ്പൊ ഈ കള്ളന്മാരാണ് ചാട്ടോർ അടിക്കേണ്ടത്. ധൈര്യമുണ്ടോ കുഞ്ഞാക്ക് പറയും ഞാൻ അടുത്ത അസംബ്ലി ഇലക്ഷൻ മത്സരിക്കില്ല? പറയാൻ ധൈര്യമുണ്ടോ? സതീഷിന് പറയാൻ ധൈര്യമുണ്ടോ ഞാൻ മത്സരിക്കില്ല? എൻ്റെ ഒപ്പം ജോലി എടുത്ത ഒരുപടി ആൾക്കാർ പുറത്തേക്കാണ്, അവർ നിൽക്കട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ജനങ്ങൾ നോക്കുന്നത്. നിങ്ങളെപ്പോലെ അവർക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ. ഇത് 30-40 വർഷം പ്രവർത്തിച്ചിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, BJP-യിലുണ്ട്. എന്നിട്ട് ഇന്നാളെ വന്നൊരു കോടീശ്വരനെ പണം കണ്ട് അങ്ങോട്ട് കൊടുത്തു. ഇത് ലീഗിലേക്ക് വേറൊരു കോടീശ്വരൻ 10 കോടി വാങ്ങിച്ച് അദ്ദേഹത്തെ കൊടുത്ത് ഇപ്പൊ വേറൊരു ആളെയാക്കി. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രാജ്യസഭ മെമ്പറെ തെരഞ്ഞെടുത്ത ആള് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമൊക്കെ മുതൽക്കൂട്ടാണ് പാർട്ടിക്ക്. ഒരു പാർട്ടിക്ക് ഒരു ബാധ്യത ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അതൊരു മുതൽക്കൂട്ടാണ്. മറ്റു ചില കോടീശ്വരന്മാരെടുത്തല്ലോ മുതൽക്കൂട്ടില്ല. വിമാനത്തിൽ കയറിയിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളും ഡ്രൈവറിലായിരുന്നു MP ഒക്കെ പറഞ്ഞത്. വിവരമില്ലായ്മ കുറ്റമല്ല, പക്ഷെ അത് ഒരു അലങ്കാരമാക്കരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ MP-മാരോടൊക്കെ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കും. നിങ്ങളെപ്പോലെ കഴിവും അവകാശമുണ്ട് ബാക്കിയുള്ളവർക്കും. നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി എന്തെല്ലാം ആനുകൂല്യം MP ആയിക്കാൻ എന്തെല്ലാം ആനുകൂല്യം അത് കിട്ടും. അതുപോലെ ഇനി മന്ത്രിയായിട്ട് വേണം മരിക്കണം എന്ന ആഗ്രഹമാണെങ്കിൽ പോയി പണിയൊക്കെ സാറേ ആരായാലും. അതാണ് കാര്യങ്ങൾ. ഇപ്പം ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.